പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം നമ്മളായിരിക്കുന്നിടത്ത് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. ഈശോയുടെ വലിയ പ്രസൻസ് നമ്മൾക്കിടയിലേക്ക്, നമ്മുടെ അടുക്കലേക്ക് നമുക്ക് വേണം. നീ വിളിച്ചാൽ ഞാൻ നിന്റെ അടുത്ത് വരും. നിനക്ക് കൈനീട്ടി തൊടാവുന്നത്ര ദൂരത്തില് ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന, ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം അടുത്തായിരിക്കുന്ന ഒരു ഈശോയുടെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നിന്റെ ഹൃദയം കാണുന്ന, നിന്റെ കണ്ണുനീര് കാണുന്ന നിന്റെ ദൈവത്തിനോട് സന്നിധിയിൽ ആത്മശരീരങ്ങളോടെ ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തന പുസ്തകം 139 അധ്യായം 17 വചനത്തിൽ സങ്കീർത്തകൻ കർത്താവിനോട് പറയുകയാണ്, ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാ ഹൃദയങ്ങളില് ഈ ചിന്തകൾ ഓടി വരട്ടെ. കർത്താവിനോട് പറയണം, നമ്മുടെ ഈശോയോട് പറയണം, ഈശോയെ, നിന്റെ ചിന്തകൾ, നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്. ഇന്ന് ഈശോയുടെ മുൻപിൽ ഈശോയുടെ പീഡാനുഭവത്തിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ധ്യാന വിചിന്തനങ്ങളുമായി നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയങ്ങള് നമ്മുടെ വേദനകളെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കും. എൻ്റെ കർത്താവിനെ കുറിച്ച്, എൻ്റെ ദൈവം എന്നോട് കാണിച്ച വലിയ കരുതലിനെ കുറിച്ച്, വലിയ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സമയമാണ്. ഹൃദയത്തെ മനസ്സിനെ സ്വസ്ഥമാക്കാം. ഈശോയെ, ഗോതമ്പപ്പത്തോളം ചെറുതായിക്കൊണ്ട് ഈ തിരുവോസ്തിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാനെ, നിന്റെ വലിയ സ്നേഹത്തിന്റെ വലിപ്പത്തെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കും. ഇന്നലെ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ ആരാധനയിലെ കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവപ്പെടുകയാണ്. അപ്പൊ ഞാൻ ദൈവജനത്തോട് പറഞ്ഞു, മക്കളെ, ഈശോയെ നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങൾ ചേർത്ത് വിളിക്കും. നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്ന ഒരു ഈശോയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി ഓടുന്ന വഴി ഒരു സ്ത്രീ ഓടി വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് വിതുമ്പി വിതുമ്പി കരയുകയാണ്. സിസ്റ്ററെ, ഈശോ എൻ്റെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എനിക്ക് ഈശോയെ അങ്ങ് തൊടാൻ, ഈശോ എന്നെ തൊടുന്നു, ഇവിടുന്ന് മാറുന്നില്ല സിസ്റ്ററെ. അത്രമാത്രം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന, എൻ്റെ ഹൃദയത്തെ മനസ്സിനെ കാണുന്ന ഒരു ഈശോയെ ഐ എക്സ്പീരിയൻസ്, ഐ ഫീൽ ഇറ്റ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈശോയോട് പറയുകയാണ്, ഈശോയെ, എൻ്റെ അടുത്ത് നിൽക്കുന്ന നിന്നെ ഒന്ന് ഫീൽ ചെയ്യാനുള്ളൊരു കൃപ, നിന്നെ ഒന്ന് അനുഭവിക്കാനുള്ളൊരു കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് തന്നെ സാധിക്കുന്നവരൊക്കെ അൺമ്യൂട്ട് ചെയ്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം ചേർത്ത് ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കി എന്നോട് നിങ്ങളോടും അധികമായ സ്നേഹം കാണിക്കുന്ന ആ വലിയ ഹൃദയത്തോട് നോക്കി സ്നേഹിച്ചു പ്രാർത്ഥിക്കണം. ഈശോയെ, എന്നോട് കൂടെ ഇരിക്കണം. ഈശോയെ, എന്റെ ജീവിതത്തോട് ചേർന്നിരിക്കണം. ഈശോയുടെ ഒരു പ്രസന്നത ചോദിക്കുക, നമ്മളോടൊപ്പം വസിക്കുന്ന ഈശോയുടെ വലിയ പ്രസന്ന. ഈശോയെ, എന്റെ ഹൃദയം നിന്നോടുള്ള സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരു അനുഭവം കർത്താവേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. അനുഭവിക്കാനുള്ള വലിയൊരു കൊതിയാണ്. നന്ദി പുസ്തകത്തില് 140 അധ്യായത്തിൽ 6 വചനത്തിൽ സങ്കീർത്തകൻ കർത്താവിനോട് പറയുകയാണ്, നിങ്ങളും പറയണം, അവിടുന്നാണ് എൻ്റെ ദൈവം, എൻ്റെ യാചനകളുടെ സ്വരം അവിടുന്ന്. കർത്താവേ, എൻ്റെ കർത്താവേ,
എൻ്റെ ശക്തനായ രക്ഷക. ഒത്തിരി സ്നേഹത്തോടെ സങ്കീർത്തകൻ കർത്താവിനെ വിളിക്കുക. കർത്താവെ, അവിടുന്നാണ് എൻ്റെ ദൈവം. നമുക്ക് പറയാം, ഈശോയെ, നീയാണ് എൻ്റെ ദൈവം, നീ മാത്രമാണ് എൻ്റെ ദൈവം. കർത്താവെ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണം. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാലത്തിനും സമയത്തിനും എല്ലാം അതീതനായ നിന്റെ വലിയ സാമീപ്യം എനിക്ക് തരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എല്ലാ ഭാരങ്ങളും ഉത്കണ്ഠകളും ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കണം. എൻ്റെ ഈശോയെ, കുരിശെടുത്ത് ഗാഗുൽത്തായിലേക്ക് നീ നടന്നു നീങ്ങി ആ പീഡകളുടെ അനന്തയോഗ്യതയോട് ചേർന്ന് എൻ്റെ കൊച്ചു മനസ്സിന്റെ ആകുലതകളും ചില ഭയപ്പാടുകളും ചില കണ്ണുനീരുകളും ചില ഒറ്റപ്പെടലുകളും എല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ് ഈശോ. ബലഹീനതകളെല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ്. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. നമ്മളിലേക്ക് ഈശോയുടെ പീഡാനുഭവത്തെ ചിന്തിക്കാനും ധ്യാനിക്കാനുമുള്ള വലിയൊരു ആത്മകൃപ ചോദിക്കുക. മനസ്സ് നിറച്ച് ഈശോ കൃപ തരും. കർത്താവിന്റെ വലിയ കൃപ ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആത്മശക്തി നിറയാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. പീഡാനുഭവത്തിന്റെ വലിയ യോഗ്യതകളെ ധ്യാനിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. ഈശോയുടെ പീഡാനുഭവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ ആത്മാവ് നമ്മളെ സഹായിക്കണം. ആഗ്രഹിക്കുക. കർത്താവെ, സഭ എനിക്കായി അനുവദിച്ചിരിക്കുന്ന ഈ ഒരു വലിയ ആഴ്ച കാലഘട്ടത്തില് ഈശോയുടെ പീഡകളോട് ആഴമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് അവന്റെ പീഡകളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ആന്തരിക പരിവർത്തനത്തിലേക്ക്, ആത്മീയ താപത്തിലേക്ക്, ആത്മീയ ചൂടിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിറയട്ടെ. അനുഭവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. വിശ്വസിക്കുന്ന ഒരു നശിച്ചു പോകാതെ നിത്യജീവൻ നൽകാൻ ദൈവത്രമാത്രം നമ്മളെ സ്നേഹിച്ചിരിക്കണം. സ്വർഗത്തിന്റെ സ്നേഹത്തിന്റെ വലിയ സ്നേഹത്തിനാൽ എന്നെ ചേർത്ത് നിർത്തിയത് ആരാധിക്കുന്ന വലിയ ആത്മശക്തിയുടെ നിറവുണ്ടാവട്ടെ, ആത്മശക്തിയുടെ ബലമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിനെ ചേർത്ത് വിളിച്ച് എന്റെ ഉള്ളിലേക്ക് വന്ന് നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ ആത്മാവാം ദൈവമേ എന്ന ഗാനത്തിന്റെ ഇരുടുകള് സ്നേഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കും. എല്ലാ മക്കളും കണ്ണുകൾ അടയ്ക്കണം. നമ്മൾ ഈ സമയത്ത് ഈശോയോട് പറയും, ഈശോയെ, നിന്റെ പീഡാനുഭവത്തെ ധ്യാനിക്കാൻ, നിന്നോട് ചേർന്നിരിക്കാനുള്ള വലിയ കൃപ നീ എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് സ്നേഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്തുതിയോടെ ചേർന്നിരുന്നു ആത്മശരീരങ്ങളെ ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ എന്നിലേക്ക്, എന്റെ കണ്ണുനീരുകളിലേക്ക്, എന്റെ എല്ലാ തളർച്ചകളിലേക്ക് ഇറങ്ങി വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു,
സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം, തിരുവചനത്തിന്റെ വലിയ അഭിഷേകം, കർത്താവിന്റെ സ്നേഹത്തിന്റെ കൃപയൊഴുകി ഇറങ്ങാൻ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാ മേഖലകളെയും ആത്മാവിനെ സമർപ്പിച്ചു. ഒരിക്കൽ കൂടി എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി അന്വേഷിയിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ആരാധന 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 പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മയിലെ ആത്മാവിന്റെ വലിയ കൃപ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആരാധിക്കുന്ന 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 കർത്താവേ, ഈശോയെ നന്ദി 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 നന്ദി. പരിശുദ്ധമായോട് ചേർന്ന് അമ്മേ മാതാവേ, എന്റെ അടുക്കലേക്ക് വരണം. ഈശോയുടെ കാൽവരി യാത്രയിൽ എന്റെ അടുക്കലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാ ധ്യാനങ്ങളെക്കാൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ധ്യാനമാണ്, പ്രാർത്ഥനയാണ് ഈശോയുടെ പീഡാനുഭവത്തെ ചിന്തിച്ചുകൊണ്ട് അല്പസമയം ആയിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥനയിൽ നമ്മളെല്ലാം എല്ലാ ധ്യാനങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മളാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കർത്താവിന്റെ മുമ്പിൽ വചനം പറഞ്ഞും ബലം പ്രയോഗിച്ചും ഒക്കെ പ്രാർത്ഥിക്കുക. നമ്മുടെ പീഡാനുഭവ ധ്യാനം എന്ന് പറയുന്നത് ഈശോ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ അനന്ത സ്നേഹത്തിന്റെ വലിയ ഒരു ധ്യാനമാണ്. സ്നേഹത്തിന്റെ ധ്യാനമാണ്. സ്നേഹം ബലിയായി തീർന്നതിന്റെ വലിയ ഒരു ധ്യാന വിചിന്തനങ്ങളാണ്. ഇവിടെ നമുക്കല്ല പ്രസക്തി, ഈശോ മാത്രമായിരിക്കണം. എന്തിനാണ് ഈ വലിയൊരാഴ്ച മുഴുവൻ നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ
നിങ്ങളെല്ലാം ഇന്നലെ ഓശാന ഞായറാഴ്ച ദേവാലയത്തിൽ പോയി കുരുത്തോലയൊക്കെ വാങ്ങിയവരാണ്. അപ്പോൾ ഇവിടുത്തെ വിശുദ്ധ കുർബാന, സീറോ മലബാർ വിശുദ്ധ കുർബാനയുടെ വായനയുടെ അവസാന സമയത്ത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. എല്ലാം കഴിഞ്ഞ് കഴുതപ്പുറത്ത് ഏറി ആർപ്പുവിളികളിലൂടെ ഈശോ ജെറുസലേമിൽ പ്രവേശിച്ചിട്ട് ഈശോ പറയുന്ന ഒരു വചനമാണ്. ഈശോ ചെയ്തത് എന്താണെന്ന് നമ്മൾ ഇങ്ങോട്ട് വായിച്ചു കേൾക്കുകയാണ്. 17-ാമത്തെ വചനം. അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. അത് ആ വചനം എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിലേക്ക് രാജാതിരാജനായി പ്രവേശിച്ച ഈശോ നഗരം വിട്ട് പോയി ബഥാനിയായിൽ താമസിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ബഥാനിയായിൽ ഈശോ സ്ഥിരം പോകുന്നതും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമായ 3 വ്യക്തികളുള്ള ഒരു കുടുംബം അവിടെയുണ്ട്. ഈശോയെ സ്വന്തമായി അനുഭവിച്ചവരും ഈശോ സ്വന്തമാക്കിയവരുമായ 3 പേർ. അവരുടെ കൂടെ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ആ വലിയ ബലിയുടെ ചിന്തകൾ തീർച്ചയായും മനുഷ്യനായ ഈശോയുടെ മനസ്സിലുണ്ട്. പക്ഷെ ദൈവപുത്രനാണെങ്കിലും ചില ആകുലതകൾ ഉണ്ടാവാം, ചില വേദനകൾ ഉണ്ടാവാം, ചില ഉത്കണ്ഠകളോ ഒക്കെ ഈശോയുടെ മുമ്പിൽ ഉണ്ടാകും. ആ വേദനകളുടെ ആധിക്യമൊക്കെ ഓർക്കുമ്പോൾ മനുഷ്യനായ ഈശോയ്ക്ക് ഒരുപക്ഷെ നമ്മളെ പോലെ തന്നെ ഭയവും ഒക്കെ തോന്നിയിട്ടുണ്ടാകും. അപ്പൊ ആ ഈശോയുടെ മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുകയാണ് ഒരു കൂട്ടിന് വേണ്ടി, ഒരാശ്വാസത്തിന് വേണ്ടി, സ്നേഹിക്കുന്ന കുറെ പേരുടെ അടുത്ത് പോയിരിക്കാനുള്ള കൊതിയോടെ ബഥാനിയായിലെ ലാസറിന്റെ വീട്ടിൽ പോയിരിക്കുന്ന ഒരു ഈശോയെ ഇന്നലെ എല്ലാം ആ വിശുദ്ധ കുർബാനയുടെ വായന കഴിഞ്ഞപ്പോ തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ഈശോ നമ്മളെയൊക്കെ ക്ഷണിക്കുകയാണ്. ഈ വലിയ ആഴ്ചകളിലൂടെ കടന്നു പോകുമ്പോ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ സ്നേഹം കൂട്ടിരിക്കുന്ന എൻ്റെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോയാണ് ഈ വലിയ ആഴ്ചകളിലെല്ലാം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. അത് ഒരു ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിലല്ല നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് മനസ്സും ഹൃദയവും കൊണ്ട് ഈശോയുടെ കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടുകാരിയുടെ ഒരു വലിയ സ്നേഹമാണ് ഈ വലിയ ആഴ്ചയിൽ നമ്മൾ ഈശോയോട് കൊടുക്കേണ്ടതും ഈശോയുടെ കൂടെ ഇരിക്കേണ്ടതും. പ്രിയപ്പെട്ടവരെ, പീഡാനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, അവിടെ ആ മർത്ത ഈശോയെ പരിചരിച്ചു. അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് നമ്മൾ ഒരു പ്രാവശ്യം മർത്തായെ കാണുന്നത് അങ്ങനെയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് തൽപരയായിരിക്കുന്ന പ്രിയപ്പെട്ട ഈശോയ്ക്ക് എന്ത് ഉണ്ടാക്കി കൊടുക്കാൻ തൽപരയായിരിക്കുന്ന ഒരു വ്യഗ്രചിത്തയായി ഓടി നടക്കുന്ന, ഈശോയുടെ കാര്യത്തിൽ വ്യഗ്രചിത്തയായി ഓടി നടക്കുന്ന ഒരു മർത്തായെ നമ്മൾ കാണും. അത് നമുക്കറിയാം. വചനഭാഗത്തിലോട്ട് ഞാൻ പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. മറിയോ അവന്റെ പാദത്തെങ്കിൽ ഇരിക്കുകയാണ്. നമ്മൾക്ക് ആ വചനത്തെ നമ്മൾ ഇന്നലെ വായിക്കുന്നുണ്ട്. വലിയ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലാണ്, ഞാൻ ലാറ്റിൻ പള്ളിയിലെ വിശുദ്ധ കുർബാനയിൽ ഞാനത് വായിച്ചപ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ഏറ്റവും വിലയേറിയ ആ ഓയില് ഈശോയുടെ കാൽക്കൽ സമർപ്പിക്കുന്ന ഒരു മറിയത്തെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തനിക്കുള്ളതെല്ലാം കൊടുത്ത് തനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്ന ഈശോ മാത്രം ഏറ്റവും മുഖ്യമെന്ന് പറയുന്ന മറിയത്തിന്റെ ഒരു ഹൃദയം. പിന്നെയോ ലാസറിനെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. മരിച്ച ലാസർ 3 ദിവസം ശവകുടീരത്തിലായിരുന്നോ എവിടെയായിരുന്നു എന്നൊന്നും പറഞ്ഞു വെക്കുന്നില്ല. 3-ാം ദിവസം കല്ലറയുടെ അടുത്ത് ചെന്നിട്ട് ഈശോ അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു എന്ന് മാത്രമേ നമുക്കറിയൂ. ഉയർത്തെഴുന്നേറ്റ ലാസർ ഒരിക്കലും വീണ്ടും ലോകത്തിലായിരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് അവന് വലിയ ഭാരമായിട്ടുണ്ടാവും. കാരണം സ്വർഗത്തിന്റെ കാഴ്ചകളും ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും കാണാത്ത കാഴ്ചകളും കണ്ട വ്യക്തിയാണ് ലാസർ. ജീവിച്ചിരിക്കുന്ന ഒരാളും കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ കണ്ട് വീണ്ടും ഉയർത്തവനാണ് ലാസർ. അതുകൊണ്ട് തന്നെ ഈശോയെ കാണാതിരിക്കുന്ന സമയം, ഈശോയിൽ നിന്ന് മാറിയിരിക്കുന്ന സമയം ലാസറിന് ഒരുപക്ഷെ വലിയ വേദന ഉളവാക്കും. അതുകൊണ്ട് അവന്റെ മനസ്സും ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവനായ ഈശോയോട് ചേർന്നിരിക്കുക. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി മാത്രം കൊതിക്കുന്ന 3 ഹൃദയങ്ങളുടെ നടുവിലാണ് ബഥാനിയായിലെ ഈശോയുടെ താമസമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ പീഡാനുഭവ ധ്യാനത്തിലും നമ്മളോട് കർത്താവ് പറയുകയാണ്, ഇന്ന് ഈശോയ്ക്ക് വേണ്ടി മാത്രം കൊതിക്കുന്ന ഒരു ഹൃദയമാണോ നിനക്കുള്ളത്? അതോ ഒരുപാട് വ്യഗ്രചിത്തകളും ഒരുപാട് ആകുലതകളും ഭൗതിക ആവശ്യങ്ങളും ഒക്കെ മുന്നിൽ വെച്ചിട്ടുള്ള ചില വേദനകളും ഭാരങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. ഈ ഈശോയ്ക്ക് കൂട്ടിയിരിക്കുന്ന, ഈശോയെ മാത്രം കൊതിക്കുന്ന ഒരു ഹൃദയം
ഇന്ന് ഈശോ നമ്മളിൽ നിന്ന് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈശോയാകുന്ന വ്യക്തിയുടെ സ്നേഹത്തിന്, അവന്റെ വേദനകൾക്ക്, അവന്റെ വേദനയുടെ നാളുകൾക്കുള്ള കൂട്ടിരിപ്പാണ് ഈ പീഡാനുഭവത്തിന്റെ ധ്യാനമെങ്കില്, ഞാൻ ഈശോയുടെ മുമ്പില് ഒരു പക്ഷേ ലാസറും മർത്തായും മറിയും ഒക്കെ ഈശോയുടെ അടുത്തിരുന്നപ്പോ ഈശോയുടെ വേദന കുറഞ്ഞോ കൂടിയോ? നിങ്ങൾ എന്ത് പറയുന്നു? എല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിരുന്നാൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനി ധ്യാനം ചെയ്യാൻ വരില്ല, എനിക്ക് ആരുടെ മുഖം കാണാൻ പറ്റില്ല. പറ്റുന്നവരൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യണം. ഈശോയുടെ വേദന കൂടിയോ കുറഞ്ഞോ? എന്ന് പറഞ്ഞ് അൺമ്യൂട്ട് ചെയ്തിട്ട്. കുറഞ്ഞു. ഈശോയുടെ വേദന, ഈശോ അനുഭവിച്ച പീഡാനുഭവത്തിന്റെ വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? പറ്റുമെന്ന് വേറെ ഏതെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഈശോ അനുഭവിക്കാവുന്ന വേദനയുടെ പാരമ്യത്തിലാണ് ഈശോ പീഡ സഹിച്ചത്. ഈശോയുടെ വേദനയെ കുറയ്ക്കാൻ പറ്റില്ല, പക്ഷെ വേദനയിൽ പങ്കുചേരാൻ പറ്റും. നമുക്ക് ഈശോയുടെ വേദന, ഈശോ എനിക്ക് വേണ്ടി അനുഭവിച്ച അതേ കുരിശുമരണം മുഴുവൻ ഈശോ അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ ഈശോയുടെ വേദനയിൽ പങ്കാളിയാകാനുള്ള എൻ്റെ മനസ്സാണത്, എൻ്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമാണത്, ഒരു കൂട്ടിരിപ്പാണത്. കർത്താവ് തന്നെ ശിഷ്യരോട്, ഗത്സമനിൽ ഈശോ വലിയ പീഡ അനുഭവിക്കുകയാണ്. അപ്പൊ ഈശോ ശിഷ്യരോട് ഗത്സമനിൽ വെച്ച് ചോദിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട്, 1 മണിക്കൂറെങ്കിലും എന്താ ചോദിച്ചേ? എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ഗത്സമനിൽ രക്തം വിയർക്കുന്ന ഈശോ ഒരു കൂട്ട് ആഗ്രഹിക്കുകയാണ്, ഒരു പങ്കാളിത്തം ആഗ്രഹിക്കുകയാണ്, ഒരു പാർട്ടിസിപ്പേഷൻ വേണ്ടി എന്നെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നീ എനിക്കൊരു കൂട്ടായിട്ടിരിക്കുക, എന്റെ വേദനയിൽ നീ പങ്കുചേരുക. അതാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഈ വലിയ ആഴ്ചയുടെ ഓരോ കർമ്മങ്ങളിലൂടെയും കടന്നു പോകുമ്പോ അവന്റെ കുരിശ് യാത്രയുടെ നീളം കുറയ്ക്കാൻ എനിക്ക് പറ്റില്ല, അവന്റെ വീഴ്ചകളുടെ എണ്ണം കുറയ്ക്കാൻ എനിക്ക് പറ്റില്ല, അവനേറ്റ അടികളുടെ ആഘാതം കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ അവന്റെ വേദനയോട് ആത്മശരീര മനസ്സോടെ പങ്കുചേരാനുള്ള ഒരു കൊതി, ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ എന്ന് ഈ പീഡാനുഭവ ധ്യാനത്തില് ആദ്യം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പങ്കുചേരാനുള്ള ഒരു കൃപ, ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് പൗലോസ്ലീഹ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഞാനും നിങ്ങളും ഒക്കെ ഈശോയുടെ സഹനങ്ങളിൽ പങ്കാളികളാകാനുള്ളവരാണ്. ഈശോയെ, ആ പങ്കുപറ്റലിന് എന്നെ അനുവദിക്കണേ. കാരണം ഈശോ പത്രോസിന്റെ കാല് കഴുകിക്കൊണ്ടെന്ന് പത്രോസ് പറഞ്ഞു, നീ എന്റെ കാല് കഴുകരുത്. കർത്താവ് ഇപ്പൊ എന്നാ പറഞ്ഞേ? ഞാൻ നിന്റെ കാല് കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഒരു പങ്കാളിത്തത്തിന് ആര് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്? ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. ഒരു പങ്കുപറ്റലിന്, ഈശോയുടെ വേദനയുടെ പങ്കുപറ്റലിന് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ പീഡാനുഭവ ധ്യാനത്തിലും ഈ പങ്കുപറ്റലിന് വേണ്ടി നമുക്ക്, അതുകൊണ്ടാണ് ഈശോയുടെ കൂടെ കാൽവരിയിലേക്ക് യാത്ര ചെയ്യുന്ന 8-ാം സ്ഥലത്ത് ജെറുസലേം നഗരിലെ സ്ത്രീകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ കരച്ചില് കണ്ടപ്പോ ഈശോ അവരെ ആശ്വസിപ്പിച്ചോളൂ, ഞങ്ങൾ എന്നെ കുറിച്ച് കരയുന്നു. എന്നിട്ട് ഈശോ അവരെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ എന്നല്ല ഈശോ പറയുന്നത്. ആ പങ്കാളിത്തത്തെ മനസ്സോടെ സ്വീകരിച്ചിട്ട് ആ വേദനിക്കുന്ന ഈശോ വേദനിക്കാൻ പോകുന്ന ഇവരുടെ വേദനയെ മുന്നിൽ കണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈശോ. അപ്പൊ ഈശോ പറയുന്നില്ല, ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നില്ല, നിങ്ങളിപ്പൊ കരയണ്ട, പക്ഷെ എനിക്ക് നിങ്ങളെ വേണം, നിങ്ങളുടെ സാമീപ്യം എനിക്ക് വേണം, നിങ്ങൾ എൻ്റെ കൂടെ വേണം. കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഈശോയുടെ ഒപ്പാൻ വരുന്ന വേറോനിക്കായി ഈശോ തള്ളി മാറ്റുന്നില്ല, നോ എന്ന് പറയുന്നില്ല, അവൻ അനുവദിക്കുകയാണ്. അപ്പോൾ ഈ കുരിശ് യാത്രയിൽ മുഴുവൻ ഒരു പങ്കാളിത്തത്തിനുള്ള വിളിയുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ ഈ പീഡാനുഭവം മുഴുവൻ എന്നെയും നിങ്ങളെ ക്ഷണിക്കുകയാണ്. പങ്കുപറ്റാനുള്ള ഒരു വലിയ ക്ഷണം ഈശോ നമുക്ക് തരുന്നുണ്ട് പ്രിയപ്പെട്ടവർ. ഈശോയുടെ വേദനകളിൽ പങ്കുപറ്റാനുള്ള വലിയൊരു ക്ഷണം. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറയും, ഈശോയുടെ പീഡകളെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കുന്നത് പരിത്യാഗത്തോടെയുള്ള ജെറുസലേം തീർത്ഥാടനത്തെക്കാളും 1 വർഷം മുഴുവനും വെള്ളവും അപ്പവും മാത്രം കഴിച്ചുള്ള ഉപവാസത്തെക്കാളും കൃപകൾ നിനക്ക് ലഭിക്കുന്ന. അപ്പോൾ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുക എന്ന് പറഞ്ഞ അവന്റെ പീഡകളോട് പങ്കുപറ്റി ആയിരിക്കുന്ന ഒരു തലം. കാരണം ദൈവം നമ്മളെ അത്രമാത്രമാണ് സ്നേഹിക്കുന്നത്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ ഈശോ നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഈശോയോട് ചോദിക്കുന്ന ഒരു കുഞ്ഞു കാര്യത്തിലൂടെ നമ്മൾ തിരിച്ചറിയുക. എനിക്കത് ഈ കഴിഞ്ഞ നാള് ഞാൻ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത്
ഫ്ലൈറ്റിലെ ടിക്കറ്റിൽ എനിക്ക് കിട്ടിയ ടിക്കറ്റ് എച്ച് ആണ്. എൻ്റെ നമ്പർ എച്ച് ആണ്. അപ്പൊ എനിക്കറിയാം ആ എച്ച് നമ്പറിലെ സീറ്റ് നമ്പറിൽ അപ്പുറത്തും ഇപ്പുറത്തും സ്ക്വീസ് ചെയ്ത് കുറെ പേരുണ്ടാവും. ഇവിടെയും 2 പേരുണ്ടാകും, ഇവിടെയും 2 പേരുണ്ടാകും. അപ്പൊ എനിക്ക് ഒരു വിധത്തിലും ഇരിക്കാൻ പറ്റില്ല. കർത്താവെ, വല്ല ആണുങ്ങളോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഒരു വിധത്തിലും ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ടിക്കറ്റ് എല്ലാം ഇത് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരാളോട് ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് എന്ത് തരുവാവോ? അപ്പൊ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, സിസ്റ്ററിന്റെ സീറ്റ് ഇതാണ്, അതുകൊണ്ട് സിസ്റ്ററിന് ഇതേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈശോയോട് പറയും, ഈശോയെ, എനിക്ക് എൻ്റെ അടുത്ത് ആരുമില്ലാത്തൊരു സീറ്റ് തരണം. എനിക്കറിയാം സീറ്റ് ഫുള്ളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇവർ ചിരിച്ചു. ഞാൻ എയർപോർട്ടിൽ വന്നിരുന്ന് ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പരാതി, കർത്താവെ, എനിക്ക് നടുക്കൊരു സീറ്റാണ്, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരുണ്ടാവും. ഞാൻ വന്ന ഫ്ലൈറ്റിലോട്ട് കയറിയപ്പോൾ എൻ്റെ സീറ്റിന്റെ തൊട്ടിപ്പുറത്ത് മാത്രം ആരുമില്ല. ഞാനപ്പോൾ ഇനി എനിക്ക് തോന്നിയതാണ്, ഇവരെല്ലാം ഈ സീറ്റ് വേക്കൻ്റ് ആയിട്ടിരിക്കും. ഞാൻ ഈ ഫ്ലൈറ്റ് മുഴുവൻ നടന്നു, മുകളിൽ നിന്ന് താഴെ വരെ ഞാൻ നടന്നു നോക്കി, വേറെ ഏതെങ്കിലും സീറ്റ് വേക്കൻ്റ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണാൻ. ഞാനപ്പോ കണ്ടു, ഒരു സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. എൻ്റെ സീറ്റിന്റെ അപ്പുറത്ത് മാത്രം ആരുമില്ലാതെ തൊട്ടപ്പുറത്ത് വേറെ ആൾ ഇരിപ്പുണ്ട്. ആ സീറ്റ് വേക്കൻ്റ് ആക്കി ഇട്ടിരിക്കുകയാണ്. എൻ്റെ ഈശോ ചെറിയൊരു കാര്യമാണ്. എന്നെയും നിങ്ങളെയും ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ഈശോയെ, ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം തരണേ എന്നാണ് നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുക. ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം, ഈശോയുടെ സഹനങ്ങളിൽ പങ്കാളിയാകാനുള്ള ഒരു ഹൃദയം ഈശോയെ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം നേടി, എത്ര ഡിഗ്രികൾ മേടിച്ചാലും ഈശോയെ സ്നേഹിക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റുന്നില്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടും പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈശോയുടെ സ്നേഹമാണ് നമ്മൾ സുവിശേഷം മുഴുവൻ കാണുകയാണ്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെല്ലാം കാണുകയാണ്. ചിലപ്പോൾ നമ്മൾക്ക് തോന്നും, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് അത്ഭുതം ഈശോ എനിക്ക് വേണ്ടി ചെയ്തു, അത് ഈശോയുടെ സ്നേഹമാണ്. എന്നാൽ ഈ അത്ഭുതങ്ങളിൽ ഒന്നുമല്ല സ്നേഹം ഇരിക്കുന്നു. അത്ഭുതങ്ങളിലല്ല, അടയാളങ്ങളിലല്ല സ്നേഹം, മറിച്ച് കുരിശിലാണ് യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സ്നേഹം ഈ ലോകത്തിന് ദൈവം കാണിച്ചു കൊടുത്തു. കുരിശിലാണ്. ഒറ്റപ്പെട്ടവൻ കുരിശിൽ തൂങ്ങി മരിക്കുന്ന സമയത്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഈശോ കാണിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പീഡാനുഭവത്തിന്റെ ദിവസങ്ങളിൽ ഈ കുരിശിനോട് ചേർന്നിരുന്ന് ഒന്ന് ധ്യാനിക്കണം. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചേ. നമ്മൾ ഇന്ന് ആദ്യം ചോദിക്കുന്ന കൃപ, ഈശോയെ, നിന്റെ കുരിശു മരണത്തിൽ പങ്കാളിയാകാൻ, നിന്റെ കുരിശിന്റെ വേദനയിൽ പങ്കുപറ്റുന്ന ഒരു കൃപ നീ എനിക്ക് തരണേ. മറ്റൊന്നുമല്ല, നമ്മുടെ പരാതികളോ പരിഭവങ്ങളോ നമ്മുടെ ഇല്ലായ്മകളോ ഒന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ ഈശോയോട് പറയുകയാണ്, ഈശോയെ, നിന്റെ കുരിശു മരണത്തിൽ പങ്കാളിയാകാനുള്ള വലിയ ഒരു കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു വലിയ ആഴ്ചയിൽ ആ പീഡാനുഭവത്തിൽ പങ്കുപറ്റാനുള്ള കൃപ ചോദിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. കുരിശിന്റെ സ്നേഹം നമ്മളിലേക്ക് നിറയട്ടെ. ഈശോയെ, ആ വലിയ കൃപ, നിന്റെ ഹൃദയത്തിലെ വലിയ ആശ്വാസം, സങ്കടപ്പെടേണ്ടുന്ന മനസ്സുള്ളവരുണ്ടെന്ന് അറിഞ്ഞ് അതിനോട് കടന്നു വരുന്നു. അതുപോലെ ഞാൻ ഈ നാളുകളിൽ നിന്നോട് ചേർന്ന് പങ്കുപറ്റുന്ന പീഡകളിൽ പങ്കുപറ്റുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണേ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറഞ്ഞു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഈശോയെ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ പീഡാനുഭവം എന്ന് പറയും, പീഡാനുഭവ ധ്യാനം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം അവന്റെ പീഡാനുഭവത്തിൽ
പങ്കാളികളാകാനുള്ള ഒരു കൃപയാണ്, ഒരു വിളിയാണ്, ഒരു ക്ഷണമാണ് പക്ഷെ നമുക്ക് തരിക. അതിന് ഉദാഹരണങ്ങൾ ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ആ വ്യക്തികളെല്ലാം നമ്മൾ എടുത്തു വെച്ചൊന്ന് ധ്യാനിക്കും. ഇനി ഈ പീഡാനുഭവ ധ്യാനത്തിലൂടെ ഈ കുരിശു മരണത്തിന്റെ പങ്കാളിത്തത്തിൽ പങ്കുചേരുമ്പോൾ എൻ്റെ ആത്മാവിന് എന്ത് കിട്ടും? അതാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത്. ഞാൻ ഇത് ധ്യാനിക്കുന്നത് കൊണ്ട് അവന്റെ പീഡകളോട് ഞാൻ പങ്കുവറ്റുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒപ്പം തന്നെ നമുക്കറിയാം, കരുണയുടെ പുണ്യവതിയായ ഫൗസ്തീനായോട് ഈശോ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈശോയുടെ പീഡാനുഭവത്തിന്റെ ആഴപ്പെട്ട കാര്യങ്ങളൊക്കെ ഈശോ കൂടുതലായി വെളിപ്പെടുത്തി കൊടുത്തത് ഫൗസ്തീന പുണ്യവതിക്കാണ്. അപ്പോൾ ഫൗസ്തീന പുണ്യവതിയോട് ഈശോ പറയുകയാണ്, ആ വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ ഡയറിയിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. ഒന്നാമത്തെ കാര്യം പറയുന്നത്, പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ നീ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത്. ഈശോയുടെ പീഡാനുഭവത്തെ ഏതൊരു വ്യക്തിയും എടുത്ത് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഈശോയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അതാണ് ഈശോ അവളോട് പറയുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ പീഡാസഹനത്തെ ഒരു ദൈവം സന്തോഷിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാത്മാവ്, എൻ്റെ ദൈവം സന്തോഷിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാത്മാവ് ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുക, പീഡാസഹനത്തെ എടുത്തു വെച്ച് ധ്യാനിക്കുക. നമുക്ക് നമ്പർ 379 ഇങ്ങനെ ഈശോ പറഞ്ഞു വെക്കുകയാണ്, എൻ്റെ വേദനകളെ ഓർക്കുക. ഈശോ പറയുന്നതാണ്, ഫൗസ്തീന പുണ്യവതിയോട് പറയാണ്, എൻ്റെ വേദനകളെ ഓർക്കുക. എൻ്റെ വാക്കുകൾ ഓർത്തില്ലെങ്കിലും നീ എൻ്റെ മുറിവുകളെ ഓർക്കണം. ഈശോ പറയുന്നുണ്ട് ഫൗസ്തീനായോട്, നീ എൻ്റെ വേദനയെ ഓർക്കണം. ഞാൻ പറഞ്ഞു വാക്കൊന്നും നീ ഓർത്തില്ലെങ്കിലും നീ എൻ്റെ മുറിവുകളിലേക്ക് നോക്കണം. ഈശോ പറയുന്നതാണ്. ഈശോയുടെ വലിയ സ്നേഹമാണ്. അടയാളം അന്വേഷിക്കുന്ന മനുഷ്യനോട് കർത്താവ് പറയാണ്, നീ നോക്കേണ്ട അടയാളം എന്ന് പറയുക എൻ്റെ മുറിവാണ്. എൻ്റെ മുറിവിലേക്ക് നീ നോക്കണം. നീ എൻ്റെ വാക്കുകൾ ഓർത്തില്ലെങ്കിൽ പോലും നീ എൻ്റെ മുറിവുകളിലേക്ക് നോക്കുക. എന്നിട്ട് കർത്താവ് പറയാണ്, നിന്റെ ആത്മാവിന് ലാഭകരമായത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മുറിവുകളെ ധ്യാനിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്ത് എനിക്ക് നിങ്ങൾക്കൊക്കെ ലാഭം എന്ത് കിട്ടും? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പണം സമ്പാദിച്ച് കിട്ടുമെന്നോ ജോലി കിട്ടുമെന്നോ എന്നൊന്നുമല്ല. അതൊക്കെ ദൈവം സെക്കൻഡറി നമുക്ക് തരും. അതൊന്നുമല്ല നമ്മുടെ വിഷയം. എൻ്റെ ആത്മാവിന് എന്ത് കിട്ടും? എൻ്റെ ആത്മാവിനെ പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ ഏറ്റവും വലിയ ലാഭം എൻ്റെ ആത്മാവിന് കിട്ടുന്നത്, എൻ്റെ ആത്മാവ് സന്തോഷിക്കും. എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച ആ സോള് അത് ഹാപ്പിയായി മാറും. നമുക്കൊക്കെ ഇന്ന് പലപ്പോഴും ഭയങ്കര നിരാശയിൽ പോവുകയാണ്. നമ്മൾ ഇന്ന് നിരാശ വരുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നിന്റെ ആത്മാവ് സന്തോഷിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം എൻ്റെ മുറിവുകളെ കുറിച്ച് ധ്യാനിക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് ചിന്തിക്കണം, ഇന്നോളം നമ്മുടെ ആത്മാവിന് എന്ത് ലാഭമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്? നമ്മുടെ ആത്മാവിന് എന്ത് നഷ്ടം വന്നിട്ടുണ്ട്? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള സാമ്പത്തിക മേഖലകളെ കുറിച്ച് നോക്കും. വിദേശത്തെത്തിയപ്പോൾ നമുക്ക് എന്ത് ലാഭം ഉണ്ടായി, നമ്മൾ അത് ചെയ്തപ്പോൾ എന്ത് ലാഭമുണ്ട്, എല്ലാം നമ്മൾ ലാഭത്തിന്റെ കണക്ക് പറയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനും നിങ്ങളും അല്ല. ഒരു ബിസിനസ് നടത്താൻ തുടങ്ങിക്കുക, എന്താണ് എനിക്ക് ലാഭം എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ സ്വർഗം നമ്മളെ ക്ഷണിക്കുകയാണ്, നിന്റെ ആത്മാവിന് എന്ത് ലാഭം നിനക്കുണ്ടായി? ഇത്രയും നാളും ഈശോയെ അനുഗമിച്ച് യാത്ര ചെയ്ത നിനക്ക് എന്ത് ആത്മീയ ലാഭമാണ്, എന്ത് ആത്മീയ നേട്ടമാണ് നിനക്ക് കൈവന്നിരിക്കുന്നത്? ഈശോ നമ്മളോട് ചോദിക്കുക. ഇനി ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോഴാണ് ആത്മാവിന് ലാഭം ഉണ്ടാകുക, ഒരു ആത്മീയ ആനന്ദം ഉണ്ടാകുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മളെ വിശുദ്ധീകരിക്കും. നമ്മൾ എന്തിനാണ് പീഡാനുഭവം ധ്യാനിക്കുന്നത് ചോദിച്ചാൽ സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഈശോ നമ്മളെ പീഡാനുഭവം ധ്യാനിക്കാനായിട്ട് ക്ഷണിക്കുക. ഞാൻ പലപ്പോഴും പല പിള്ളേരും ഒക്കെ നമ്മുടെ അടുത്ത് വരും, ചിലർ പറയും, സിസ്റ്ററെ ഇത് മറക്കാൻ പറ്റുന്നില്ല, ഈ മുറിവുകളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റുന്നില്ല, ക്ഷമിച്ചിട്ടുണ്ട് ഞാൻ, അല്ലെങ്കിൽ ഇതെന്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. ഈ കഴിഞ്ഞ നാളില് ഒരു പെൺകുട്ടി ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഹസ്ബൻഡേയും കൊണ്ടാ വന്നത്. ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞുവാവ അവർക്കായി. പക്ഷേ 1.5 മാസം കഴിഞ്ഞു ആ കുഞ്ഞുവാവ ഉദരത്തിൽ ജനിച്ചു തുടങ്ങി. ഇച്ചിരി നാൾ ആയപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി കുഞ്ഞായി എന്ന്. പക്ഷേ ആ വേണ്ട പ്രിക്കോഷൻസ് ഒന്നും എടുക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ കുഞ്ഞ് അതേപടി പുറത്തേക്ക് വരികയാണ്. അത് ഈ പെൺകുട്ടി കാണുകയാണ്. ഇവള് കണ്ടു, ഇവൾ ആ നിമിഷം തലകറങ്ങി താഴേക്ക് വീഴുകയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം അവളുടെ മാനസിക തലം എന്താണ്. ഒത്തിരി പേരോടെല്ലാം പ്രാർത്ഥന ചോദിച്ചു,
പക്ഷെ അവളെ സംബന്ധിച്ച് അവൾ എൻ്റെ അടുത്ത് വരുമ്പോ അവൾ ഇങ്ങനെ ഇരിക്കുകയാണ്. തല നേരെ നോക്കി ഒരു അക്ഷരം സംസാരിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഒന്നും ചെയ്യില്ല. ഈ കൊച്ചിനോട് മിണ്ടണമെങ്കിൽ ഇവള് വാ തുറന്ന് എന്തേലും പറയണം, പക്ഷെ അവൾ ഒന്നും പറയില്ല. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവള് കണ്ടതൊന്നും മറന്നു പോകുന്നില്ല, അവൾക്കത് മായാൻ പറ്റുന്നില്ല. അവള് പറയാണ്, സിസ്റ്ററെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അവളെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി, അവൾ ഒരു അക്ഷരം സംസാരിക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കൊച്ചിന്. എനിക്ക് ഈ കൊച്ചിനോട് ഒന്നും മിണ്ടാനില്ല, കാരണം ഈ കൊച്ചു എന്നോടൊന്നും മിണ്ടില്ല. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഞാൻ അവളെ കൊണ്ടുപോയി ഈശോയുടെ മുമ്പിൽ നിർത്തി. ഹസ്ബൻഡ് അവളെ താങ്ങി പിടിച്ചിരിക്കണം, മുട്ടാൻ നിൽക്കാൻ പോലും പറ്റില്ല, ഭക്ഷണം കഴിക്കില്ല. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എടുത്ത വചനമായിരുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വചനങ്ങൾ. ആ വചനം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അവന്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. വചനമാണ്, ഈശോയുടെ സഹനദാസനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ വിശദീകരിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ്. അത് മുഴുവൻ ഞങ്ങൾ ഒരു 11 തവണയേലും ഇരുന്ന് വായിക്കുകയാണ്. ഞാനും അവളുടെ ഹസ്ബൻഡും കൂടി ഉറക്കെ വായിക്കുകയാണ്. ഉറക്കെ വായിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ നിലത്തോട്ട് വീണുപോയി. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ആ കൊച്ചു മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഇപ്പൊ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, എനിക്കൊരു 1 മാസം സമയം തരണം. അതിനുശേഷം അവൾ പോയി. തിരിച്ചെനിക്ക് അവൾ ഓരോ ദിവസവും മെസ്സേജ് ഇടും, സിസ്റ്ററെ ഞാൻ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഈശോ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ ഓർമ്മകളെ ഈശോ മായ്ച്ചു കളയുകയാണ്, എനിക്കൊരു സന്തോഷം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ വിശുദ്ധീകരണത്തിന്റെ തലം ഈശോയുടെ പീഡകളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടും. എത്ര മരുന്ന് വെച്ച് ഒപ്പിയെടുത്താലും മാഞ്ഞു പോകാത്ത ചില മുറിവുകളുണ്ട്, ചില സങ്കടങ്ങളുണ്ട്, ചില നിരാശകളുണ്ട്. അതെല്ലാം മായ്ക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധീകരിക്കുന്ന കർത്താവ്, അവന്റെ പീഡകളാൽ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പീഡാസഹനത്തെ കുറിച്ച് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണേ, എന്നെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളോട് പറയുന്നത്. കാരണം കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോ ഇന്ന് രാവിലെ ഒരു ചേട്ടനെ വിളിച്ചിട്ട് പറയാണ്, സിസ്റ്ററെ എനിക്ക് പള്ളിയിൽ പോയിരിക്കുമ്പോ ഈശോ ഈശോ എന്ന് പറയുമ്പോ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്, ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇത് പോകാൻ വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കണം. അതൊന്നും മാനസിക രോഗമല്ല. ദൈവം തന്റെ സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്നു. കുരിശിന്റെ സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കും. ആര് കുരിശിനോട് ചേർന്നിരിക്കുന്നു അതിനെയൊന്നും ഈ ലോകത്ത് ആർക്കും വിവരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായ അനുഭവം. കുരിശ് കൂട്ടിരിക്കുന്ന സമയം, കുരിശ് ചേർത്ത് പിടിക്കുന്ന സമയം, ആ കുരിശിന്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഇവിടെ ഈ പീഡാനുഭവത്തിന്റെ ആഴ്ചയിൽ അവന്റെ കുരിശിനോട് പങ്കാളിയാകാൻ ഒരു ക്ഷണവിശ്വം നമുക്ക് തരികയാണ്. നമ്മൾ ചിന്തിക്കണം, എന്റെ ആത്മാവിന് എന്ത് ലാഭം ഈ നാളുകളിൽ എനിക്ക് കിട്ടി, ഇത്രയും കാലം ഞാൻ പിന്നിട്ടിട്ടും എന്റെ ആത്മാവിന് എന്ത് ലാഭം ഉണ്ടായി. വീണ്ടും നമ്മൾ ചിന്തിക്കണം, ഈ പീഡാനുഭവത്തിന്റെ ധ്യാനം എന്നെ വിശുദ്ധീകരിച്ചോ? ഇനിയും വിശുദ്ധീകരിക്കേണ്ട മേഖലകൾ എനിക്കുണ്ടോ? അത് സങ്കടങ്ങളുടെ മേഖലയാകട്ടെ, പാപത്തിന്റെ മേഖലയായിക്കൊള്ളട്ടെ, തകർച്ചകളുടെ മേഖലയായിക്കൊള്ളട്ടെ, ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ട ഏത് മേഖലയാണ് എനിക്കുള്ളത് എന്ന് ആഴമായി പരിശോധിച്ചിട്ട് ഈശോയുടെ പീഡാനുഭവത്തെ എടുത്തു വെച്ച് വായിച്ചു തുടങ്ങണം, ധ്യാനിച്ചു തുടങ്ങണം. കർത്താവിന്റെ പീഡാനുഭവത്തെ മുഴുവൻ വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ പീഡാനുഭവ ആഴ്ചയിൽ നിശ്ചയമായി യോഹന്നാന്റെ സുവിശേഷം 13 തൊട്ട് 19 വരെ നിങ്ങൾ വായിച്ചിരിക്കും. യോഹന്നാൻ 13 തൊട്ട് 19 വരെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരും വായിക്കണം, ഒരു തവണയാലും വായിക്കണം. കാരണം പീഡാനുഭവത്തെ കുറിച്ച് അത്രമാത്രം യോഹന്നാൻ ശ്ലീഹ വേദനകളുടെ ആധിക്യത്തിൽ നിന്നുകൊണ്ട് ഗുരുവിനെ കുറിച്ച് ആഴത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വചനഭാഗങ്ങൾ നമ്മൾ കടന്നു പോകും. നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. ആത്മാർത്ഥതയോടെ ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിക്കുന്ന വ്യക്തികൾക്ക് ഈശോ വലിയ ആത്മീയ കൃപകൾ നൽകും. വിശുദ്ധരുടെ ജീവചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ ഈ പീഡാസഹനത്തിന്റെ വലിയ ഓർമ്മ, ഈ പീഡാസഹനത്തിന്റെ ധ്യാനം ഒരുപാട് വിശുദ്ധിയിലേക്ക് ഉയരാൻ വിശുദ്ധരെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറയണം, മക്കളെ ഈ ഒരാഴ്ച ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ഒരു തവണയെങ്കിലും നീ ഒന്ന് ചിന്തിക്കുക, നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുക. കാരണം അവർക്ക് ഒരാൾ അടിക്കുന്നത് ദ്രോഹം സഹിക്കാൻ പറ്റാത്ത പിള്ളേരാണ് നമ്മുടെ മക്കൾ ഈ നാളുകളിൽ. അടിക്കുന്നത് സഹിക്കാൻ പറ്റില്ല, ഇഷ്ടക്കേട് സഹിക്കാൻ പറ്റില്ല, ഹ്യൂമിലിയേഷൻ സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്കൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ മക്കളിൽ കാണുകയാണ്. അപ്പോൾ ഈ പീഡാനുഭവത്തിന്റെ യോഗ്യത നമ്മളിലോട്ട് വരാത്തത് കൊണ്ട്
താഴ്ത്തപ്പെടാൻ നമുക്ക് പറ്റില്ല. ഈശോയുടെ സഹനങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോ ദൈവശാസ്ത്ര ചിന്തകന്മാര് 3 രീതി ഈശോയുടെ സഹനത്തെ കുറിച്ച് വ്യാഖ്യാനിക്കും. ഒന്ന്, ഈശോയുടെ സഹനം ഗത്സമനയിലെ സഹനമാണ്. ഗത്സമനയിലെ ഈശോയുടെ സഹനത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് വലിയ വലിയ വേദനയോടെ രക്തം ചിന്ത ഈശോയുടെ സഹനത്തെ കുറിച്ച്. അതൊക്കെ ഞാൻ നാളെ നിങ്ങളോട് പറയും. 2, ഈശോയുടെ സഹനം കാണുന്നത് വലിയ ഹ്യൂമിലിയേഷന്റെ തലത്തിലാണ്. പിലാത്തോസിന്റെ അരമന തൊട്ടുള്ള ഹ്യൂമിലിയേഷൻ, കുരിശോടെ വെട്ടി നിൽക്കുന്ന വസ്ത്രം ഉരിഞ്ഞെടുക്കുന്ന ഹ്യൂമിലിയേഷന്റെ തലം. 3-മത്തെ ഈശോയുടെ സഹനം കുരിശിലെ മരണവേദനയുടെ സഹനമാണ്. 3 രീതിയിൽ ഈശോയുടെ സഹനത്തെ ദൈവശാസ്ത്രജ്ഞന്മാര് ചിന്തിച്ച് ധ്യാനിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈശോയുടെ സഹനം ഏതാണ്? ഗത്സമനിലെ സഹനം. ഗത്സമനിലെ സഹനത്തിന് ഒരു കൂട്ടിരിക്കാൻ ഈശോ ശിശുരെ പോലും ക്ഷണിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അപ്പൊ നാളെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ധ്യാനിക്കും. ഇന്ന് നമ്മൾ ഈശോയോട് പറയണം, ഈശോയെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഹ്യൂമിലിയേഷൻ എടുക്കാൻ പറ്റാത്ത മക്കള്, നമ്മുടെ മക്കൾക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല, ഒന്നിനോടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു തലം, അതല്ല ഈശോ നമ്മൾ ഇന്ന് ആവശ്യപ്പെടുക. നമ്മുടെ മക്കളെല്ലാം ഈശോയുടെ പീഡകളെ ഓർത്ത് ധ്യാനിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരണം. ഓസ്തിന പുണ്യവതി 1512 ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് കുർബാനയുടെ മധ്യത്തിൽ അവൾ പറയാണ്, അവൾക്കൊരു വിഷം കിട്ടിയിരിക്കുകയാണ്. കുർബാനയുടെ മധ്യത്തിൽ കുരിശിൽ കിടന്ന് പീഡകളാൽ പുളയുന്ന ഈശോയെ ഞാൻ കണ്ടു. അവള് പറയുന്നതാണ്, എന്റെ കുർബാനയുടെ മധ്യത്തില് കുരിശിൽ കിടന്നുകൊണ്ട് പീഡകളാൽ പുളയുന്ന ഈശോയെ ഞാൻ കണ്ടു. അവൻ മരണവേദനയിലായിരുന്നു. വചനം പറയുന്നതാണ്, ഈശോ എന്നോട് പറഞ്ഞു, എന്റെ സഹനങ്ങളെ ധ്യാനിക്കുക, അപ്പോൾ നിന്റെ ഒരു സഹനവും നിന്നെ അസഹനീയമായിരിക്കില്ല. 3-മത്തെ വലിയ കൃപയാണ്. ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിക്കുമ്പോ 1-മത്തെ കൃപ ഈശോ നമുക്ക് തരും, ആത്മീയ ലാഭം, ആത്മീയ ആനന്ദം തരും. 2-മത്തെ വലിയ കൃപയാണ് വിശുദ്ധീകരണം. 3-മത്തെ വലിയ കൃപയാണ് ഈശോ ഫൗസ്തീനയോട് പറഞ്ഞു, എന്റെ സഹനങ്ങളെ നീ ധ്യാനിക്കുക, അപ്പോൾ ഒരു സഹനവും നിനക്ക് അസഹനീയമായിരിക്കില്ല. ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന ആളുകളാണ്. എല്ലാവരും പറയും, ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഇതെനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല, ഇതിനോട് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെല്ലാം പറയുക. പക്ഷെ ഈശോ പറയാണ്, നീ എന്റെ സഹനങ്ങളെ ധ്യാനിക്ക്, ഒരു സഹനവും നിനക്ക് അസഹനീയമായിരിക്കില്ല, നീ പതറിപ്പോകില്ല. ആ വലിയ കൃപയാണ് ഈശോ നമുക്ക് തരുന്ന 3-മത്തെ കൃപ. 4-മത്തെ വലിയ കൃപയുണ്ടല്ലോ, ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിക്കുമ്പോ ഈശോ എനിക്ക് തരുന്ന 4-മത്തെ വലിയ കൃപ, 4-മത്തെ ഒരു തട്ടെന്ന് വേണേ പറയും, 4-മത്തെ ഒരു തലമാണ് എന്ന് പറഞ്ഞാൽ ആത്മീയ ഉൾക്കാഴ്ചകൾ കിട്ടും. ഈ ലോകത്ത് ഞാൻ കിടക്കില്ല, ഈ ലോകത്തുള്ളതൊന്നുമല്ല എന്റെ കണ്ണിൽ കാണപ്പെടുന്നത്. സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അത് നമ്മൾ കണ്ടില്ലേ, നമ്മൾ കാണുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 7-മത്തെ അധ്യായത്തിൽ എസ്തപ്പാനോസ് ശരീരത്തിലേക്ക് കല്ലുകൾ ആഞ്ഞാഞ്ഞു പതിക്കപ്പെടുമ്പോ വലിയ സഹനം. അവൻ ആ ശരീരത്തിലേക്ക് വീഴുന്ന കല്ലുകളെ ഒന്നും അവൻ നോക്കുന്നില്ല, ഒരു കല്ലും അവനെ വേദനിപ്പിക്കുന്നില്ല. ആര് കല്ലെറിഞ്ഞെന്ന് അവൻ നോക്കിയിട്ടില്ല. അവൻ കണ്ടത് ഒറ്റൊരു കാര്യമുള്ളൂ, ലോകത്ത് ചുറ്റും നിൽക്കുന്ന ഒരു മനുഷ്യരും കാണാത്ത ചില ഉൾക്കാഴ്ചകൾ അവൻ കണ്ടു. സ്വർഗം തുറക്കപ്പെടുന്നതും പിതാവിന്റെ മുമ്പിൽ യേശു എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ട ഒരു എസ്തപ്പാനോസിനെ നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പീഡാസഹനത്തെ ധ്യാനിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ആത്മീയ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുകയുള്ളൂ. ലോകം കാണാത്ത കാഴ്ചകൾ, സ്വർഗത്തിന്റെ കാഴ്ചകൾ നിനക്ക് കാണണോ? അത് നിനക്ക് കിട്ടുന്ന 4-മത്തെ വലിയ ബ്ലെസ്സിംഗ് ആണ്. പീഡാസഹനം ധ്യാനിക്കുമ്പോ ആത്മീയ ഉൾക്കാഴ്ചകൾ ദൈവം നമുക്ക് തരാൻ തുടങ്ങും. അപ്പൊ മനുഷ്യന്റെ കണ്ണുകളിലൂടെ, മനുഷ്യര് കാണുന്ന ലോകത്തിന്റെ കണ്ണുകളിലൂടെ ഒന്നും അളക്കില്ല, ഒന്നിനോടും നമുക്ക് ഇഷ്ടക്കേട് തോന്നില്ല. നമ്മൾ ഇതിനെല്ലാം ഇങ്ങനെ ചേർത്ത് വെക്കും. ഈശോയുടെ പീഡകളെ ഓർക്കുമ്പോ എന്റെ സഹനങ്ങളുടെ തീവ്രത കുറയും. കർത്താവ് നമ്മളോട് അങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അവസാനമായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിക്കുമ്പോ ഈശോയുടെ സഹനത്തിന്റെ ഒരു പാഠശാലയായി ഈശോ നമുക്ക് കാണിച്ചു തരുന്നത് കുരിശാണ്. നമുക്കറിയാം, ഈശോ ഈ ഭൂമിയിൽ അവതരിച്ച നാള് തൊട്ട് അവൻ ഏറെയേറെ സഹനങ്ങളിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ എല്ലാ സഹനങ്ങളുടെയും പാഠശാലയായി ആ കുരിശ് നമുക്ക് കാണിച്ചു തരികയാണ്. ആ കുരിശിലേക്ക് നമ്മളെ ഒന്ന് ചേർത്ത് വെക്കണം, എന്നിട്ട് പഠിക്കണം. നമ്മൾ പഠിക്കണം ഈശോയുടെ കുരിശിന്റെ ആ സഹനത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞു പഠിക്കണം. എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി സഹനത്തോട് ചേർത്ത് പിടിക്കും. തെരുതെരെ പിടയ്ക്കുന്ന ചില സഹനങ്ങള് എനിക്ക് നിങ്ങൾക്ക് ഒക്കെയുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത ചില സഹനങ്ങൾ ഉണ്ടാകും.
നമ്മൾ തന്നെ നെഞ്ചു നീറി കരയുന്ന ചില സഹനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഈ സഹനവുമായി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നെഞ്ചുറപ്പ്, ഒരു കൃപയുടെ കതിര് ഈശോയുടെ പീഡ നമ്മുടെ ചങ്കോട് ചേർത്ത് വെക്കും പ്രിയപ്പെട്ടവരെ. അപ്പൊ നമുക്ക് ചിരിക്കാൻ പറ്റും. നമ്മളോട് അവർ ചോദിക്കും, ഇതിനെങ്ങനെ നിങ്ങൾക്ക് പറ്റും? അതാ പറഞ്ഞേ, അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കില്ല. നടക്കില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഗ്നിയിൽ നിന്നെ നടത്തില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നീ അഗ്നിയിൽ നടക്കും, പക്ഷേ പൊള്ളാത്ത ഒരു തലം ദൈവം നിനക്ക് തരും. ഈ വേദന എന്നെ പൊള്ളിക്കാത്തൊരു തലം. എസ്തപ്പാനോസിനെ പോലെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെറുതും വലുതുമായ അനേകം സഹനങ്ങളുടെ മൂർധന്യതയിലൂടെ കടന്നു പോകുന്നവരാകാം ചിലപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ. പക്ഷെ ഇന്ന് ഈശോയോട് പറയുകയാണ്, ഈശോയെ, നിന്റെ പീഡാനുഭവത്തോട് കുറച്ചുകൂടി അടുത്തിരുന്നു, നിന്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന, നിന്റെ സ്നേഹം സ്വന്തമാക്കുന്ന, ആത്മീയ ഉൾക്കാഴ്ചയുള്ള, സഹനത്തിന്റെ പാഠശാലയിൽ നിന്ന് പഠിക്കുന്ന ഒരു മകനാക്കി, ഒരു മകളാക്കി നീ എന്നെ മാറ്റണേ ഈശോയെ. അതാണ് ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന 4-5 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഈ സമയത്ത് പറഞ്ഞു. ഒന്നാമതായി, ഈശോയുടെ കുരിശിൽ പങ്കാളിയാകാനുള്ള വലിയ ക്ഷണം. ആ പങ്കാളിയാകാൻ ചെന്ന ആരെ ഈശോ തള്ളിക്കളഞ്ഞില്ല. കുരിശിന്റെ വഴിയിലൊക്കെ അവൻ പരതി നോക്കി, ആരുണ്ട് എന്റെ കൂടെ? അതുകൊണ്ട് ഈശോയുടെ കണ്ണുകൾ അവനെ തേടുന്ന, അവന്റെ ഒപ്പം യാത്ര ചെയ്യുന്ന എല്ലാ കണ്ണുകളിലേക്കും പതിഞ്ഞിട്ടുണ്ട്. ഇന്ന് ക്രിസ്തുവിന്റെ അനുഗാമികളായുള്ള എൻ്റെ ജീവിതയാത്രയിൽ അവനെ അനുഗമിക്കാനായി ഞാനും നിങ്ങളും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവനെ തേടുന്ന, അവന്റെ കുരിശു മരണത്തെ തേടുന്ന ഒരു ഹൃദയമുണ്ടോ എന്ന് നോക്കി ഈശോ ഇരിക്കുകയാണ്. ആ ഈശോ നമുക്ക് കൂട്ടാകട്ടെ. ആ ഈശോയ്ക്ക് നമുക്ക് കൂട്ടാകാം പ്രിയപ്പെട്ടവരെ. ആ ദിവ്യകാരുണ്യനാഥനെ നമുക്ക് സ്നേഹിക്കാം. ആ പീഡകളെ നമുക്ക് ധ്യാനിക്കാം. നാളെ നമ്മുടെ 2-ാം ദിവസമാണ് നമ്മുടെ ധ്യാനത്തിന്റെ. ആ വലിയ ധ്യാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ പീഡാസഹനത്തിന്റെ വലിയ ഓർമ്മകളോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അലങ്കരിക്കും, അനുഗ്രഹിക്കും. അതിന് യാതൊരു സംശയമില്ല. എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് നമ്മൾ കേട്ടത് മുഴുവൻ ഈശോയുടെ പീഡാനുഭവത്തിന്റെ അനന്ത യോഗ്യതകളെ ധ്യാനിക്കേണ്ടതിനെ കുറിച്ചാണ്. ഈശോയുടെ ആ വലിയ വേദനയ്ക്ക് കൂട്ടിരിക്കുന്ന, പങ്കാളിയാകുന്ന ഒരു വിളി ഈശോ നമുക്ക് തന്നിരിക്കുക. ബഥാനിയായിലെ കുടുംബത്തെ പോലെ ഈ പീഡാനുഭവത്തിന്റെ ആഴ്ചയിൽ ഈശോയ്ക്ക് കൂട്ടിരിക്കാൻ എൻ്റെ കുടുംബത്തെ ഒരുക്കാൻ പറ്റുമോ എനിക്ക്? ഇനി എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇല്ലെങ്കിലും എനിക്ക് തന്നെ എൻ്റെ പൊന്നു തമ്പുരാന് കൂട്ടിരിക്കാൻ, അവൻ ആശ്വാസം കണ്ടെത്തുന്ന ഒരു മുഖം എന്നിൽ നിന്ന് കാണാൻ എനിക്ക് കൊടുക്കാൻ പറ്റൂ? ഓരോരുത്തരും ഒന്ന് ആഗ്രഹിച്ച്. ചിലപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിക്കും, എൻ്റെ കുടുംബം ഒന്നാകെ ഈ പീഡാനുഭവത്തിന്റെ നാളിൽ ഒന്ന് കൂട്ടിരുന്നെങ്കിലെന്ന്. ചിലപ്പോൾ പറ്റില്ലായിരിക്കും, സാരമില്ല. നിന്റെ നിസ്സഹായതകള് ഒക്കെ ഈശോയ്ക്ക് അറിയും. പക്ഷെ ഈശോയോട് പറയുകയാണ്, ഈശോയെ, ഞാൻ നിനക്ക് കൂട്ടിരിക്കാൻ, ഈ പീഡാനുഭവത്തിന്റെ ആഴ്ചയിൽ നിന്റെ പീഡകളോട് ചേർന്ന് ധ്യാനിക്കാൻ, ആത്മീയ ഉൾക്കാഴ്ചകൾ സ്വന്തമാക്കാൻ, സഹനങ്ങളെ, അസഹനീയമായ സഹനങ്ങളെ സഹനീയതയോടെ സ്വീകരിക്കാൻ കർത്താവേ, വലിയ കൃപയെന്ന് എനിക്ക് തരണേ ഈശോയെ, വലിയ കൃപ എനിക്ക് തരണേ. പ്രിയപ്പെട്ട മക്കളെ, അവസാനമായി ഈ സഹനങ്ങളോട് ചേർന്ന് ഞാനും നിങ്ങളും പങ്കുചേരുമ്പോൾ കർത്താവിന്റെ ഒരു വചനം നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെക്കുക. ഈശോ പറയുകയാണ്, എൻ്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളവർ ആരും നഷ്ടപ്പെട്ടു പോകാതെ അന്ത്യദിനത്തിൽ അവരെല്ലാം ഉയർപ്പിക്കണമെന്നതാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം. അതെ, ആരും നഷ്ടപ്പെട്ടു പോകാതെ അവരെല്ലാം ഉയർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വർഗത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് കൈകളിലും കാലുകളിലും അണിതറയ്ക്കപ്പെടുവാൻ കരം വിട്ടുകൊടുത്ത ഒരു ഈശോ, സ്വർഗം ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് 2 വലിയ ആ കുരിശ് തോളിലെടുത്ത് വെച്ച് ചങ്കു തുറക്കാൻ അനുവദിച്ച ഒരു കർത്താവ്. ഈശോയെ, ഞാനിതാ നിന്റെ മുൻപിലായിരിക്കുക. ഈ പീഡാനുഭവത്തിന്റെ ആഴ്ചയിൽ നിന്നോടുകൂടെ ഇരിക്കുമ്പോ മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ പീഡകളോട് ചേർന്ന് സഹിക്കാനുള്ള വലിയ കൃപ, മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയുടെ പീഡകളോട് ചേർന്ന് സഹിക്കാനുള്ള വലിയൊരു കൃപ തരണേ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചു. ഓരോരുത്തരും പ്രാർത്ഥിക്കും.
ഈശോയെ അനന്ത കൃപ എനിക്ക് തരണേ. അനേകരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു കൃപ നീ എനിക്ക് തരണം. ഈശോ പറഞ്ഞില്ലേ, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു വലിയ ദാഹം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ, ഈശോയെ നിന്റെ സഹനങ്ങളിൽ ഞാൻ പങ്കാളിയായിക്കൊണ്ട് അനേകം ആത്മാക്കളെ നേടിയെടുക്കാനുള്ള വലിയ ആത്മീയ കൃപ കൂടി നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ പീഡകളുടെ അനന്ത സ്നേഹത്തോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വലിയ കൃപയിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് ചേർത്ത് വെച്ചേ. ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് നിന്റെ കുടുംബത്തെ നീ ഒന്ന് ചേർത്ത് വെച്ചേ. ഈശോയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തിക്കുക. ആ പീഡാനുഭവത്തിന്റെ അനന്ത യോഗ്യത നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എല്ലാം നിറയപ്പെടും. ഈശോയെ അവിടുന്ന് കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധന, ആരാധന, ആരാധന. ഈശോയെ അനുഭവത്തിന്റെ യോഗ്യതയോട് ചേർന്ന് മക്കളെല്ലാം സമർപ്പിക്കുക. ഇവിടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം നമ്മുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, രോഗികളായിട്ടുള്ളവരെ, വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു എല്ലാവരും ഈശോയ്ക്ക് സമർപ്പിക്കും. എല്ലാ നിയോഗങ്ങളും ഈശോയുടെ അൾത്താരയുടെ മുമ്പിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കും. ഈശോയെ അഭിവന്യ പിതാവിനെ, രൂപതയെ, വികാരികളുടെ അച്ഛന്മാര്, വൈദികര്, എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ രൂപതയിലെയും മറ്റെല്ലാ രൂപതയിലെയും കുടുംബങ്ങളെ മുഴുവൻ നിനക്ക് സമർപ്പിക്കുകയും ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ ഈ പീഡാനുഭവത്തിന്റെ നാളില് അനന്തമായ സ്നേഹത്തിന്റെ കൃപകള് കർത്താവേ നിന്റെ സഭയിലേക്ക് ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സഭയിലേക്ക് കൃപയുടെ വലിയ ഒഴുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാം ഇടവകയെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ ഇടവക സമൂഹം ഒന്നാകെ പീഡാനുഭവത്തിന്റെ ഈ നാളുകളില് കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള വലിയ കൃപ തരണമേ എന്ന് ആഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഇവിടെ മക്കളെ, നാളെ 6:30 തന്നെ ഇന്റർസെഷൻ ആരംഭിക്കും. നിങ്ങൾ വരുന്നവരെല്ലാം പേര് പറഞ്ഞ് നമ്മൾ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. 7:30 കുരിശന്റെ വഴി, 8 മണി തൊട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പും ടോക്കും എല്ലാം ഉണ്ടായിരിക്കും. നാളെ നമ്മുടെ ധ്യാനത്തിന് 2ാം ദിവസമാണ്. 3 ദിവസങ്ങൾ ഈശോയുടെ പീഡകളോട് ചേർന്ന് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എന്ന് പിതാവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആശീർവാദം സ്വീകരിക്കും. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. മരിയായിലൂടെ ഈശോ നമ്മോട് സംസാരിച്ചു. എബ്രായ ലേഖനത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ഈശോ എന്നേക്കും നിലനിൽക്കുന്നുണ്ട്, പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഈശോയാണ് ആശീർവദിക്കുന്നത്. ബലഹീനരായ വൈദികരുടെ സ്വരത്തിലൂടെ, കരങ്ങളിലൂടെ പീഡാസഹനത്തിന്റെ, മരണത്തിന്റെ, ഉത്ഥാനത്തിന്റെ ഫലങ്ങളെല്ലാം നമുക്ക് ആശീർവാദത്തോടെ ലഭിക്കുന്നു. എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും മറിയത്തിന്റെ ഗർഭപാതത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം വിളിച്ച് അപേക്ഷിക്കുക. പ്രത്യേകിച്ച് സ്റ്റാൻ മരിയായെ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നമ്മളിലൂടെ നമ്മളോട് ഈശോ സംസാരിക്കുവാനായിട്ട്, സ്റ്റാൻ മരിയായിലൂടെ സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം വിളിച്ച് അപേക്ഷിക്കുക. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും റുഹാദുശാല സംസർഗവും വിശന്യാവരത്തിന്റെയും മാറിയ പിതാവിന്റെയും സുരക്ഷയുടെയും മാതൃമിഖായേൽ കെബ്രിയറപ്പാലൂറിയ മുഖ്യതമാരെന്ന് പറയുന്ന മലഹമാരെ, കൃപയന്മാരെ, സപ്പയന്മാരെ, കബൽ മലഹമാരി സ്ഥാനത്ത് ഇപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.